ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് സോഷ്യൽ മീഡിയ യുഗത്തിൽ നമുക്ക് സംവദിക്കാനുള്ള വിഷയങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെയാണ് കിട്ടാറ്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിഷയം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ആധാരമാക്കി എൻ്റെ മനസ്സിലിങ്ങനെ കുറച്ച് ആശയങ്ങൾ വരും എപ്പോഴും. സത്യത്തിൽ ഒരു അമ്മയുടെ വേർപാട് ഒരു കുഞ്ഞും, ഒരു കുഞ്ഞിൻ്റെ വേർപാട് ഒരു അമ്മയും കാണുന്നതാണ് ഏറ്റവും വലിയ ഒരു വിഷമവൃത്തം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഒരു ജീവനെ രക്ഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭിഷഗ്വരന്മാരെ നമിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മളവരെ ശപിക്കുകയും ചെയ്യും. അത് മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ പര്യായത്തിൽ നിന്ന് ഉദിക്കുന്ന ഒരർത്ഥം, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്ക് കൂടെ ഹോസ്പിറ്റലുകൾ വലിയ തുകകൾ ഈടാക്കി ഒരു വലിയ തീവെട്ടിക്കൊള്ള നടത്തുന്നതിനെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ് കേട്ടോ. സത്യമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും കൂട്ടുകാരുമായും കുടുംബക്കാരുമായും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഓർക്കുക. അപ്പോൾ എനിക്ക് ഉള്ള അനുഭവത്തിൽ കുഞ്ഞിന് പ്രസവ സമയത്ത് എനിക്കുണ്ടായിരുന്ന ചിക്കൻ പോക്സിൽ നിന്ന് അവനും പിടിപെട്ടിട്ട് അവന് ന്യൂമോണിയ വന്ന് അവനെ എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഹോസ്പിറ്റലിലുള്ളവർ എനിക്ക് ഈ ചിക്കൻ പോക്സ് ഉള്ളതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അയക്കാനാണ് അവർ ശ്രദ്ധിച്ചത്. അല്ലാതെ കുഞ്ഞിന് വരുമെന്നോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാവുകയൊക്കെ അപകടങ്ങളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തുകയോ, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്രായമാകുമ്പോൾ നമുക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലല്ലോ. പിന്നെ പൊതുവെ യാതനകളും ഒക്കെ ആണല്ലോ ആ സമയങ്ങളും ഘട്ടങ്ങളും ഒക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ അവബോധപ്പെടുത്താതെ അവരുടെ തടി രക്ഷപ്പെടുത്തുക, മറ്റുള്ളവർക്ക് അസുഖം കിട്ടാതിരിക്കുക, അവരുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടുത്താതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നിയിട്ട് എൻ്റെ കേസിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായി. അതേപോലെ തന്നെ അമ്മയുടെ കേസിലും വളരെ സിവിയറായ പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളെ ഒരു ലാഭക്കൊയ്ത്തിനായിട്ട് വീണ്ടും ജീവശവമായിരിക്കുന്ന അവസ്ഥയിൽ പോലും 2 ഡയാലിസിസ് നടത്തുകയും വീണ്ടും സ്പെഷ്യൽ ഡയാലിസിസ് ഉണ്ട് എന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് സഹിക്കാതെ ഞങ്ങളോട് വിട പറഞ്ഞു പോകുന്ന ദുഃഖത്തിലും ഞങ്ങൾക്കൊരു ചെറിയ സമാധാനമായിരുന്നു അമ്മയുടെ മരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ സ്നേഹം, സഹാനുഭൂതി ഇതൊക്കെ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ചില ഇടങ്ങളാണ് ആതുരാലയങ്ങൾ. അവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ഈ സ്നേഹത്തിലും ദയയിലും സഹാനുഭൂതിയിലും പരിചരണത്തിലും പിന്നെ നമ്മുടെ ശ്രദ്ധയിലും എല്ലാമുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചില സമയങ്ങളിലെങ്കിലും ചിലർക്ക് വേണ്ടിയെങ്കിലും നിസ്വാർത്ഥരാവേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ് പ്രിയരെ. ഞാൻ പല വീഡിയോസ് കാണുമ്പോഴും സ്വന്തം കാര്യം നോക്കണം, സെൽഫ് ലവ് വേണം, സ്വന്തം കാര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരെ കെയർ ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ, അതിൻ്റെ വരും വരായികളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്, കേൾക്കാറ്. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഒരു കരുതലിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ,
ഒരു സൗമനസ്യത്തിൻ്റെ, സൽസ്വഭാവത്തിൻ്റെ, ഒരു നിസ്വാർത്ഥതയുടെ ഒരു കരസ്പർശം. അത് നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമാണ് നമ്മളൊരു മനുഷ്യനാണ് എന്ന് പറയാൻ യോഗ്യരാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാത്തിടത്തോളം വ്യവസായം, വാണിജ്യം ഒക്കെ നടത്തുന്ന കൂടാരങ്ങളായിട്ട് നമ്മുടെ മനസ്സും വാഴണം എന്നാണോ തോന്നുന്നത് നിങ്ങൾക്ക്? എനിക്കതിനോട് അഭിപ്രായമില്ല. ഈ വിഷയം എപ്പോഴും നമ്മുടെ മനസ്സിൽ അലിവിൻ്റെ ഒരു സ്പർശം, നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, നമ്മളൊരു വീട്ടമ്മയാണെങ്കിൽ നല്ല ഭക്ഷണം വെച്ച് കുഞ്ഞുങ്ങൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന കരുതലില്ലേ, ആ കരുതലാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ജീവന് വേണ്ടി ദാഹിച്ച് കിടക്കുന്നവർക്ക് അവിടെയുള്ളവർ ചെയ്യേണ്ട സേവനം. അത്തരത്തിലുള്ള സേവന തൽപരത ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വിഷയങ്ങളിലേക്ക് അവർ വരാനും പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷയം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരിക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ഭാവനയ്ക്കും അനുസരിച്ച് വ്യത്യസ്തത പുലർത്തുന്ന ഓരോ വിഷയങ്ങളും ഉണ്ടല്ലോ. എന്തായിരുന്നാലും ആ പോസ്റ്റിട്ട എൻ്റെ സുഹൃത്തിനോട് എനിക്ക് എത്രയേ പറയാനുള്ളൂ. കലിയുഗമാണ്, എന്തും പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷകൾക്കിടയിലും നല്ലവരായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമുക്ക് കഴിയുന്ന നന്മ ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, വിഷയം ഇഷ്ടപ്പെടുമെങ്കിൽ കാണുക കേട്ടോ. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴക്കാറുള്ള പ്രകൃതി. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ക്ലാരിറ്റിയൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കാണുക, കേൾക്കുക. ഓക്കെ, നല്ല നമസ്കാരം.